ജാതി വിവേചനം രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റമാക്കി നിയമനിർമ്മാണം നടത്തണമെന്ന് ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ. സുരേന്ദ്രൻ. ബി.ജെ.പി. ചങ്ങരകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ബി.ആർ. അംബേദ്കർ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം നിലനിർത്തി ഹരിജൻ ഗിരിജൻ എന്ന നാമകരണം മാറ്റണമെന്നും ഇന്നും ഈ വിഭാഗം കീഴ്ജാതി എന്ന വിവേചനം ചില മേഖലയിൽ നേരിടുകയാണ്. ദളിത് സംവരണം തട്ടിയെടുക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കണം. പാർലമെന്ററി രംഗത്ത് പോലും പട്ടികജാതി വിഭാഗത്തിന്റെ സംവരണം തട്ടിയെടുത്തവരാണ് കോൺഗ്രസും സിപിഎമ്മും. രാജ്യത്തെ വിവേചനത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയം കൈവരിച്ച വ്യക്തിയാണ് അംബേദ്കർ. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. 370 വകുപ്പിന് എതിരെ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വവും ഏക സിവിൽ കോഡിന് വേണ്ടി വാദിച്ച വ്യക്തിയായിരുന്നു അംബേദ്കർ. എന്നാൽ ഈ രണ്ട് വിഷയത്തിലും കോൺഗ്രസിന്റെ എതിരഭിപ്രായമാണ് ഇന്നും നിലനിൽക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ച് 8 മണിക്കൂർ ജോലി സമയമാക്കി മാറ്റിയതും അംബേദ്കറിന്റെ സംഭാവനയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് സംരക്ഷണ കവചം തീർത്ത ബി.ആർ. അംബേദ്കർക്ക് ഉചിതമായ ഒരു സ്മാരകം പോലും കോൺഗ്രസ് സർക്കാരുകൾ സ്ഥാപിച്ചില്ലെന്നും അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിനു ശേഷവും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ് നേതൃത്വമെന്നും കുറ്റപ്പെടുത്തി. അംബേദ്കറെ പോലെ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി പോലും രാജ്യത്തുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം മുംബൈയിൽ നിന്ന് ഡിഗ്രി പാസ്സായി നേരെ ലണ്ടനിൽ പോയിട്ടാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുന്നു. ബിരുദാനന്തര ഡോക്ടറേറ്റ് നേടുന്നു. പിന്നീട് അദ്ദേഹം ജർമ്മനിയിൽ പോകുന്നു. ആദ്യം അദ്ദേഹം കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം 4 ഡോക്ടറേറ്റുകൾ ആ കാലഘട്ടത്തിൽ തന്നെ കരസ്ഥമാക്കി. തുടർന്ന് നിരവധിയായ പുരസ്കാരങ്ങളും ഡോക്ടറേറ്റുകളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ബാബാ സാഹേബ് നമ്മുടെ ബി.ആർ. അംബേദ്കറെ കുറിച്ച് ഒരു പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അംബേദ്കറെ അവഗണിക്കുകയും അംബേദ്കർക്ക് അംഗീകാരം നൽകാതിരിക്കുകയും അംബേദ്കറെ പരാജയപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പൊ രാജ്യത്ത് ഒരു വലിയ പരിവർത്തനം. കാരണം ഈ സ്വത്വബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം 1936 അദ്ദേഹം മതം മാറുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാൻ മതം മാറുകയാണ്. പക്ഷെ അദ്ദേഹം മതം മാറിയത് വീണ്ടും 20 വർഷത്തിന് ശേഷമാണ്. അദ്ദേഹം എല്ലാം പഠിച്ചു. അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്തു, ക്രിസ്ത്യാനികളിലേക്ക് സ്വാഗതം ചെയ്തു, വിവിധ മതങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു. പലരും അദ്ദേഹത്തെ സമീപിച്ചു. അംബേദ്കറിന് തുല്യം രാജ്യത്ത് അംബേദ്കർ മാത്രമാണെന്നും അവർ പറഞ്ഞു. പ്രസിഡന്റ് അനീഷ് മൂക്കുതല അധ്യക്ഷത വഹിച്ചു. പ്രസാദ് പടിഞ്ഞാക്കര, ജനു പട്ടേരിസ്, ശ്രീനി വരണാട്ട്, രാകേഷ് പെരുമുടിശ്ശേരി, സന്തോഷ് ചങ്ങരംകുളം, ബിപിൻ കോക്കൂർ, മണി പന്താവൂർ, വിനയൻ വാഴുള്ളി, രാജീവ് പെരുമുക്ക്, കെ.വി. ലക്ഷ്മണൻ, ജി. ശ്രീവത്സൻ, ബിപിൻ കോക്കൂർ, രഞ്ജിത്ത് മൂക്കുതല എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രൊഡക്ട്സ്, എല്ലാ പർച്ചേസിനും ഒറിജിനൽ ഓഫേഴ്സും ഉഗ്രൻ വിലക്കുറവും. മൈജി ഫ്യൂച്ചർ, എടപ്പാളിന്റെ ഒറിജിനൽ ചോയ്സ്.